നല്ലൊരു ശതമാനം ആളുകളും രാവിലെ എണീറ്റ് ചായ കുടിക്കുന്നതിന് മുമ്പ് ചെയ്തൊരു സംഭവമാണ് വാട്സപ്പിൽ മറ്റുള്ള ആളുകൾക്കുള്ള സ്റ്റാറ്റസ് നോക്കുക എന്നുള്ളത്. ഇതുപോലെ ഞാനും ഒരു ദിവസം ചെയ്ത സമയത്ത് കണ്ടിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പണം കയ്യിൽ വെക്കാം, പണം പോക്കറ്റിൽ വെക്കാം, ബട്ട് കൽബിൽ മാത്രം വെക്കരുത് എന്നാണ്. ഒബ്വിയസ്ലി ഈ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ള ആള് എന്തായാലും സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കമുള്ള ആളായിരിക്കും എന്നുള്ളത് സംശയമില്ല. ഇതൊരു വാട്സപ്പ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. കാരണം എന്താ വെച്ചാല് ഞാൻ കാണുന്ന ഓരോ വാട്സപ്പ് സ്റ്റാറ്റസിലും അവരുടെ ഇമോഷനാണ് അധികം പേരും എടുത്തിടാറുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഉൾപ്പെടെ മേ ബി ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അധികം ആളുകളും ബാക്കിയുള്ള ആളുകളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുന്ന പലതും എന്തെയും അവര് സ്റ്റാറ്റസിലൂടെ ഇട്ടിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അത് നമ്മൾ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ബാക്കിയുള്ള ആളുകൾക്ക് നാറട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ പോക്കറ്റിൽ വെക്കുന്ന പോലെയാണ്. അവർക്ക് നാറുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, അത് നമുക്ക് തന്നെ നാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു സ്റ്റാറ്റസ്, അതായത് പണം കയ്യിൽ വെക്കാം, പോക്കറ്റിൽ വെക്കാം, ബട്ട് കൽബിൽ വെക്കരുത് എന്നാണ്. ഞാൻ ചോദിക്കുന്നതാണ്, നമ്മളെ ഫാമിലി റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ബെസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പണം വേണ്ടേ? നമ്മളെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണം വേണ്ടേ? നമ്മൾ എന്തിനാ വർക്കിന് പോകുന്നത്? പണത്തിന് വേണ്ടിയിട്ടല്ലേ. നമ്മളെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണം വേണ്ടേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സംഗതികൾക്കും പിന്നിൽ പണം വേണം എന്നുള്ളതാണ് സത്യം. ബട്ട് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്, അതായത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കൾച്ചർ എന്താണെന്ന് വെച്ചാൽ പണം നെഗറ്റീവ് ആണ്. പണം എന്നുള്ളത് ഒരു പൈശാചികമായിട്ടുള്ള സംഗതിയാണ്. ഓവറായിട്ട് പണം ഉണ്ടാക്കിയാൽ അത് നമ്മളെ മറ്റുള്ള ഒരുപാട് സംഗതികളിലേക്ക് നയിക്കും എന്നുള്ളതൊക്കെയാണ്. സി എക്സാക്ട്ലി പണം കൊണ്ടാണ് നമ്മളെ ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പണം കൊണ്ടാണ് നമുക്ക് ഏറ്റവും തിന്മ എന്നുള്ള ഒരു സംഗതി ചെയ്യാനും പറ്റുന്നത്. അത് നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ്. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ അവൈലബിൾ ആണ്, ഫോണ് നല്ല രീതിയിൽ അവൈലബിൾ ആണ്, ലാപ്ടോപ്സ് നല്ല രീതിയിൽ അവൈലബിൾ ആണ്, ഒരുപാട് സോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിലെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള വശമുണ്ട്. നമ്മൾ അതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പം പണം എന്നുള്ളതിനെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് കാണാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങളിൽ മണി ബ്ലോക്ക് ഉണ്ടാവും. നിങ്ങൾ ഇതുപോലത്തെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കടം വിടാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തില്ല കാര്യമില്ല. അതിന് പകരം പണത്തിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. മുമ്പ് ഒരുപാട് സ്റ്റാറ്റസിൽ കേട്ടിട്ടുള്ള ഒരു കോട്ടുണ്ട്. എന്താന്ന് വെച്ചാല് മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. ആര് പറഞ്ഞു? പണത്തിന് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റൂലേ? നിങ്ങളുടെ കയ്യിൽ നല്ല പണമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് ഇരുന്നൂടെ? പണത്തിന് സന്തോഷം കണ്ടെത്താൻ പറ്റും. ആരെങ്കിലും പണം വെച്ചിട്ട് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ പണം നല്ല രീതിയിൽ സമ്പാദിക്കാൻ പഠിച്ചിട്ടില്ല എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സ്റ്റാറ്റസുകൾ ഇടുന്നത് എന്ത് ചെയ്യാം, മാക്സിമം കുറക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കാണുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്റ്റാറ്റസുകൾ ഉണ്ടാവും. അതെന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ഇടാം. നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ എന്ത് ചെയ്യും, അതിനെ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ, അതായത് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള സംഗതിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.